ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അസൈൻമെൻറ്റിൻ്റെ ബോർഡർ ഡിസൈൻസിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാവരും നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ആ ഒരു പെൻസിലിൻ്റെ അടയാളം കുറച്ച് അവിടെ കാണുന്ന രീതിയിൽ ഒന്ന് ആ ഒരു എറേസർ വെച്ചിട്ട് ഫുള്ളൊന്ന് എറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കൈ വെച്ച് തന്നെ കുറച്ച് അണീവനായിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പറ്റ സ്ട്രെയിറ്റും പറ്റ കേളിയോ ആവാൻ പാടില്ല കേട്ടോ. ഇനി ഞാനിതാ ഇതിൽ കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ലീഫും ഒരു റോസ് ഫ്ലവറും ഒരു യെല്ലോ ഫ്ലവറുമാണ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ സൈഡ്സും വരച്ചു കൊടുക്കണം. ആൻഡ് ഓൾസോ ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ കുറച്ച് സ്പേസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പേസിൽ തന്നെ ഞാൻ ഒരു ക്യൂട്ടായിട്ടുള്ള ബണ്ണിനെയാണ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാനിതാ ബണ്ണിനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ വേറെയും കുറച്ച് പേപ്പേഴ്സിൽ ഇതുപോലത്തെ പെൻസിലിൻ്റെ മാർക്കിങ്സ് എല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇനി പെന്നുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ വരച്ചു വെച്ചിരുന്ന ആ ഒരു ബണ്ണിയും ലീഫും എല്ലാം തന്നെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കളർ ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിതാ ലീഫിന് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ ഫ്ലവർ വരച്ചു കൊടുക്കാം. അപ്പോൾ യെല്ലോ ഫ്ലവർ ഞാൻ 4 പെറ്റൽസ് മാത്രമേ വരച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ആൻഡ് ഓൾസോ റോസ് ഫ്ലവറിന് ഞാൻ ഒരു സർക്കിളാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ പെന്ന് വെച്ചിട്ട് റോസ് ഫ്ലവർ ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം തന്നെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിതാ ലീഫിന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് യെല്ലോ ഫ്ലവറിനെയും റോസ് ഫ്ലവറിനെയും ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റോസ് ഫ്ലവറിന് ഞാൻ ചെറിയ ചെറിയ ലൈൻസ് വരച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഔട്ട്ലൈൻ ചെയ്തത്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ലീവ്സും ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ഡിസൈൻ റെഡി. അപ്പോൾ എൻ്റെ അടുത്ത ഡിസൈനും ഇതുപോലത്തെ ഒരു ഫ്ലവറിൻ്റെ തന്നെയാണ്. അത് ഫുള്ളും റോസ് ഫ്ലവറാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ നോർമൽ ബോർഡർ വരച്ചിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അതിൻ്റെ മുകളിലൂടെ കുറച്ച് അണീവനായിട്ടുള്ള ലൈൻസും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ റോസ് ഫ്ലവറാണ് അടിയിൽ വരയ്ക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേ സർക്കിൾസ് വരച്ച് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സും കളേഴ്സും ചൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനിതാ സർക്കിൾസ് എല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റെം വരച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റെം വരച്ച ശേഷം നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ലീഫ് മാത്രമേ ഞാൻ വരച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലീഫിനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ലീഫിനെ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് റോസ് ഫ്ലവറിനെ ഔട്ട്ലൈൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെറിയ ചെറിയ ലൈൻസ് വെച്ചിട്ടാണ് ഈ ഒരു റോസ് ഫ്ലവറിനെ വരച്ചെടുക്കുന്നത്. അങ്ങനെ എല്ലാ ഫ്ലവറിനെയും ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഡിസൈനും റെഡി. ഇനി നമുക്ക് അടുത്ത ഡിസൈന് നോക്കാം. അങ്ങനെ നമ്മുടെ അടുത്ത ഡിസൈനും ഒരു ഫ്ലവറിൻ്റെ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തുലിപ്പ് ഫ്ലവേഴ്സാണ് വരക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് മുഴുവനും ഞാൻ തുലിപ്പ് ഫ്ലവേഴ്സാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈഡ് ഒഴികെ ബാക്കി എല്ലാ സൈഡും ഞാൻ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ 4 ഷെയ്ഡ്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. റെഡും ലൈറ്റ് റെഡും പിങ്കും യെല്ലോവും. അങ്ങനെയെല്ലാം വരച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റെം ലീഫുമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ മുകളിലെ ചെറിയ ആ ഒരു തുലിപ്പ് ഫ്ലവറിൽ നിന്നാണ് ഞാൻ സ്റ്റെം വരച്ച് തുടങ്ങുന്നത്. എന്നിട്ട് ബാക്കി എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിലേക്ക് ഈ ഒരു സ്റ്റെമ്മ് അറ്റാച്ച് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു യെല്ലോയിൻ്റെ അടിയിലായിട്ട് ഞാൻ കുറച്ച് ലീഫും വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലീഫൊന്ന് കളർ ചെയ്ത ശേഷം നമ്മുടെ തുലിപ്പ് ഫ്ലവേഴ്സിനെയും അതിൻ്റെ മൊട്ടിനെയെല്ലാം ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡിസൈനും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഡിസൈന് നോക്കാം. ഇപ്രാവശ്യം ഞാൻ നോർമൽ ബോർഡറിന് പകരം ഇതുപോലത്തെ ക്ലൗഡിൻ്റെ ആ ഒരു രൂപത്തിലുള്ള ബോർഡറാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 2 കോർണേഴ്സും ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എറേസ് ചെയ്ത ഭാഗത്ത് ഞാൻ
എന്തെങ്കിലും ഡിസൈൻസ് വരക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഫൈനലി ഞാൻ ഫ്ലവർ വരക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഫ്ലവർ വരച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്ലവർ കുറച്ച് ചെറുതായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു ബോർഡറും ഈ ഒരു ഫ്ലവറിനെയും കുറച്ച് അടിഭാഗത്തേക്ക് അഥവാ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നാൽ ഇതിന് ഒന്നും കൂടി ക്യൂട്ടായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്ലവറിനെയും ലീഫും വരച്ചെടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 ഫ്ലവറാണ് വരച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ഇനി മറ്റേ സൈഡിലും വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബോർഡറും ഫ്ലവറിനെയും ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ബോർഡറെല്ലാം ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫ്ലവറും ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറും ലീഫും കളർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാൻ സെൻറ്ററിൽ യെല്ലോവും ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം ബ്ലൂ, റെഡ്, പിങ്ക് അങ്ങനത്തെ ഷെയ്ഡിലാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഡെയ്സി ഫ്ലവർ ആയിരുന്നു വരയ്ക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്, പക്ഷേ അത് ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ നോർമൽ ഫ്ലവേഴ്സ് വരച്ചത്. അങ്ങനെ ഞാൻ എല്ലാ ഫ്ലവേഴ്സും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ലീഫും കൂടി കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസൈനും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാനിതാ കുറച്ച് ദിവസം മുമ്പേ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ ഓർ ഫിഫ്ത്ത് വൺ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.